Hi all, welcome to Studying PSC. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. നാളെ എക്സാം ഉള്ളവർ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? ഓപ്ഷൻ എ വി പി മേനോൻ. അടുത്ത ചോദ്യം, പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏതു വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിന് ആയിരുന്നു? ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം. അടുത്ത ചോദ്യം, പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായി. അടുത്ത ചോദ്യം, ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ഓപ്ഷൻ സി ചൈന. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ചോദ്യം, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഓപ്ഷൻ എ 1809 ജാനുവരി 11. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 1953. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദിനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? 2018 അനുസരിച്ച് ഡോക്ടർ അനിൽ വള്ളത്തോളാണ് ഇപ്പോൾ നിലവിൽ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ഡോക്ടർ സി ആർ പ്രസാദാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ലോകപാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ്. ലോകപാലിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. 2014 ജാനുവരി 16 ഇന്ത്യയിൽ ഈ നിയമം നടപ്പിൽ വന്നത്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അടുത്ത ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റാഡ്ക്ലിഫ് ലൈൻ. അടുത്ത ചോദ്യം, ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ 24. അടുത്ത ചോദ്യം, പ്രാദേശികവാദം അല്ലാത്തതേത്? ഓപ്ഷൻ ബി കരക്കാറ്റ്. പ്രാദേശികവാദങ്ങളാണ് ലൂ, ചീനുക്ക്, ഫൊന്ന്. അടുത്ത ചോദ്യം, ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? ഓപ്ഷൻ സി മഞ്ഞ. അടുത്ത ചോദ്യം, മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം? ഓപ്ഷൻ സി ചെറുകിട വായ്പ നൽകൽ. അടുത്ത ചോദ്യം, പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? ഓപ്ഷൻ ബി കന്നഡ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏത്? ഓപ്ഷൻ ഡി കൂൺശില. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? ഓപ്ഷൻ എ അറബിക്കടൽ. അടുത്ത ചോദ്യം, സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏത്? ഓപ്ഷൻ എ അലിഗഡ്. അടുത്ത ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി? ഓപ്ഷൻ ബി സൈമൺ ബൊളിവർ. ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ ഡി ഫ്രാൻസ്. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതനുസരിച്ച് രാജ്നാഥ് സിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. ഓക്കെ, അടുത്ത ചോദ്യം,
2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഇന്ത്യയായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി? ഓപ്ഷൻ സി പാലിയത്തച്ഛൻ. അടുത്ത ചോദ്യം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മാനന്തവാടി. അടുത്ത ചോദ്യം, മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1929. അടുത്ത ചോദ്യം, 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി അയർലൻഡ്. അടുത്ത ചോദ്യം, യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി VD ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കോഴിക്കോട്. അടുത്ത ചോദ്യം, ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ഡി ലൈഫ്. അടുത്ത ചോദ്യം, 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി പ്രഭാവർമ്മ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രതിഭ റേ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ സി 324. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻ ബി പാലാട്ട് മോഹൻദാസ്. അടുത്ത ചോദ്യം, ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്ഷൻ സി ഓപ്പറേഷൻ സിനർജി. അടുത്ത ചോദ്യം, കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഓപ്ഷൻ സി 1098. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 12ാം തവണയും കിരീടം നേടിയ ജില്ല ഏത്? ഓപ്ഷൻ ഡി കോഴിക്കോട്. ഇത് 2018 അനുസരിച്ചാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്ഷൻ ബി യെൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് നാസിക്, ഹരിദ്വാർ, അലഹബാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഓപ്ഷൻ ബി തൂത്തുക്കുടി. അടുത്ത ചോദ്യം, ലോക ജലദിനം? ഓപ്ഷൻ സി മാർച്ച് 22. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ്? ഓപ്ഷൻ ബി ജൂള്. അടുത്ത ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി പക്ഷി. അടുത്ത ചോദ്യം, പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? ഓപ്ഷൻ ബി തലച്ചോറ്. അടുത്ത ചോദ്യം, പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി കുരുമുളക്. അടുത്ത ചോദ്യം, 2017 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി ഇന്ദ്രൻസ്. അടുത്ത ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ ബി ബുധൻ. അടുത്ത ചോദ്യം, നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 1956 നവംബർ 1. അടുത്ത ചോദ്യം, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ. ഇത് 2018 അനുസരിച്ചാണ്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി സമത്വ സമാജം. അടുത്ത ചോദ്യം, താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി.
ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2015 ജാനുവരി 1. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ എ ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി? ഓപ്ഷൻ ബി പാരീസ് ഉടമ്പടി. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ? ഓപ്ഷൻ എ റൂസോ. അടുത്ത ചോദ്യം, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഓപ്ഷൻ ബി ലൂയി 15. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, 2016 ഒളിമ്പിക്സ് ഏത് രാജ്യത്താണ് നടന്നത്? ഓപ്ഷൻ എ ബ്രസീൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. 2024 ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലായിരുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ചതാര്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. അടുത്ത ചോദ്യം, പെരിനാട്ട് ലഹള നടന്ന വർഷം? ഓപ്ഷൻ സി 1915. അടുത്ത ചോദ്യം, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? ഓപ്ഷൻ ബി KR നാരായണൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ നികുതിയിതര വരുമാനം? ഓപ്ഷൻ സി പിഴ. അടുത്ത ചോദ്യം, ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ടെന്നീസ്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? ഓപ്ഷൻ ഡി AK ഗോപാലൻ. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന്റെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം? ഓപ്ഷൻ എ 352 വകുപ്പ്. അടുത്ത ചോദ്യം, ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? ഓപ്ഷൻ ബി 550. അടുത്ത ചോദ്യം, ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതാര്? ഓപ്ഷൻ എ പ്രതിപക്ഷം. അടുത്ത ചോദ്യം, കക്കയൻ ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ? ഓപ്ഷൻ ബി കുറ്റ്യാടി പുഴ. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1741. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ബി മീററ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം? ഓപ്ഷൻ സി പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2013. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഓപ്ഷൻ ഡി 30 വയസ്സ്. അടുത്ത ചോദ്യം, ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ എ മഹാനദി. അടുത്ത ചോദ്യം, ചുവന്ന നദിയുടെ നാട്? ഓപ്ഷൻ ബി ആസാം. അടുത്ത ചോദ്യം, കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട്? ഓപ്ഷൻ ഡി നാഗാർജുന സാഗർ. അത് ഓർത്ത് വെക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. അർജുനനും കൃഷ്ണനും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് നാഗാർജുന സാഗർ. ഓക്കെ. അടുത്ത ചോദ്യം, പഞ്ചനദിയുടെ നാട്? ഓപ്ഷൻ എ പഞ്ചാബ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 2010. അടുത്ത ചോദ്യം, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം? ഓപ്ഷൻ എ കല്ലുമാല സമരം. അടുത്ത ചോദ്യം, സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 2014. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1998. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2010 ഏപ്രിൽ 1.
അടുത്ത ചോദ്യം, കുമ്മായത്തിൻ്റെ ശാസ്ത്രനാമം. ഓപ്ഷൻ ബി കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദ്യം, സിലിക്കണിൻ്റെ ആറ്റോമിക നമ്പർ. ഓപ്ഷൻ സി 14. അടുത്ത ചോദ്യം, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ ഡി ടാർട്ടാറിക് ആസിഡ്. അടുത്ത ചോദ്യം, ബിസ്മില്ല ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഓപ്ഷൻ എ ഷെഹനായി. അടുത്ത ചോദ്യം, ആദ്യ തുള്ളൽ കൃതി. ഓപ്ഷൻ ബി കല്യാണ സൗഗന്ധികം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ഓപ്ഷൻ ഡി PT ഉഷ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് പതാകയുടെ നിറം. ഓപ്ഷൻ ബി വെള്ള. അടുത്ത ചോദ്യം, ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം. ഓപ്ഷൻ ഡി 11. ഇത് ഓർത്ത് വയ്ക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. HCF 11 എന്നോർത്ത് വയ്ക്കുക. HCF 11. അപ്പോൾ അവിടെ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ ഈ 3 കളിയിലും 11 പേര് വീതമാണ് പങ്കെടുക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ. ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ കായൽ. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ പാലക്കാട്. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം. ഓപ്ഷൻ സി കാനഡ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് IT മിഷന്റെ ചെയർമാൻ. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഓപ്ഷൻ ബി സെറിബ്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. ഓപ്ഷൻ എ കണ്ണൂർ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ക്ലോണിങ്ങിൻ്റെ പിതാവ്. ഓപ്ഷൻ എ ഇയാൻ വിൽമുട്ട്. അടുത്ത ചോദ്യം, പ്രസവിക്കുന്ന പാമ്പ്. ഓപ്ഷൻ ഡി അണലി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അതിൻ്റെ അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പയ്യന്നൂർ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം. ഓപ്ഷൻ സി വീർഭൂമി. അടുത്ത ചോദ്യം, ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ സി ധ്യാൻചന്ദ്. ദേശീയ സ്പോർട്സ് ദിനം ഓഗസ്റ്റ് 29 അതും കൂടെ ഓർത്ത് വെച്ചോണേ. ദേശീയ സ്പോർട്സ് ദിനം ഓഗസ്റ്റ് 29. ഓക്കെ. അടുത്ത ചോദ്യം, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ ഡി നെഹ്റു. അടുത്ത ചോദ്യം, സർവകലാശാലയുടെ ചാൻസലർ. ഓപ്ഷൻ എ ഗവർണർ. അടുത്ത ചോദ്യം, ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാൽ ഉൽപാദനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ ബി വിറ്റാമിൻ സി. നാളെ എക്സാം എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.